കുറെ കാലമായി നടനും മിമിക്രി കലാകാരനുമായ ബിനു അടിമാലിക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. സുഹൃത്തും സോഷ്യൽ മീഡിയ മാനേജറുമായിരുന്ന ജിനേഷ് ബിനു അടിമാലിക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുകയും അത് കേസാകുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ സജീവ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കെയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിലെ അവതാരകയായ നൂർജഹാനെ ബിനു അടിമാലിയും ധർമ്മജനും കൂടി അഭിമുഖത്തിനിടെ ബോഡി ഷേമിംഗ് നടത്തുന്ന ഒരു വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതോടെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് നൂർജഹാൻ തന്നെ രംഗത്ത് വരികയും ചെയ്തു. പാളയം PC എന്ന സിനിമയുടെ പ്രൊമോഷനെത്തിയ സമയത്തായിരുന്നു ബിനു അടിമാലിയുടെ വിവാദ പരാമർശം. അവതാരകയെ നോക്കി ബിനു അടിമാലി പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരനായ സുമേഷ് തമ്പിയുണ്ട്. നൂർജഹാന്റെ ഷെയ്പ്പ് ഒക്കെയുള്ള വ്യക്തിയാണ്. ആരാണെന്നറിയുമോ? പഞ്ചവർണ്ണ തത്തയിൽ ജയറാമേട്ടൻ മയക്കുവെടി വെച്ച് വീഴ്ത്തുന്നില്ലേ? ആനയ്ക്ക് വെക്കുന്ന വെടി പുള്ളിക്കാണ് കൊള്ളുന്നത്. ഇത്തിരി വണ്ണമുള്ള ആനയുടെ മുകളിൽ നിന്ന് വീഴുന്ന ആളെന്നാണ് ബിനു അടിമാലി പറയുന്നത്. സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണെന്ന് ധർമ്മജനും നൂർജഹാനോട് പറയുന്നുണ്ട്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചാ വിഷയമായതോടെ നൂർജഹാൻ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നു. അന്ന് എന്താണ് പ്രതികരിക്കാത്തതെന്ന് ഇപ്പോൾ പലരും തന്നോട് ചോദിക്കുന്നുണ്ട്. നല്ല ദേഷ്യം വരുന്ന സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ഓർമ്മയില്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. പിന്നീടാണ് അങ്ങനെ പറയാമായിരുന്നു എന്ന് തോന്നുക. ഏതാണ്ട് അതാണ് അന്ന് സംഭവിച്ചതെന്നും നൂർജഹാൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. അന്ന് പ്രതികരിക്കാത്തതിന് വേറെയും ഒരു കാര്യമുണ്ടെന്നും നൂർജഹാൻ വ്യക്തമാക്കുന്നു. ആ ദിവസം തന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ സുഖമില്ലാത്തതുകൊണ്ട് വന്നിരുന്നില്ല. താനും ക്യാമറ ടീമുമാണ് ഷൂട്ടിനായി പോയത്. ആ സാഹചര്യത്തിൽ തന്റെ ഉത്തരവാദിത്തമാണ് തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഷോ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. തുടക്കത്തിൽ തന്നെയാണ് അവർ ഇത് പറയുന്നത്. തനിക്ക് വേണമെങ്കിൽ അവിടെ നിർത്തിപ്പോകാമായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ കണ്ടുവെന്നും സുമേഷുമായി ഒരു സാമ്യതയും ഉള്ളതായി തനിക്ക് തോന്നുന്നില്ല എന്നും നൂർജഹാൻ പറയുന്നുണ്ട്. പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യവും തനിക്ക് തൻ്റെതായ സൗന്ദര്യവുമുണ്ട്. പിന്നെ രണ്ടു പേർക്കും വണ്ണമുണ്ട്. ഈ ലോകത്ത് മെലിഞ്ഞവരും പൊക്കമുള്ളവരും ഒക്കെ ഒരുപോലെയാണോ? അതുമാത്രമല്ല, പറ്റിയ ജോഡി എന്ന് പറയാൻ വണ്ണമുള്ളവർക്ക് വണ്ണമുള്ളവർ മാത്രമാണ് ജോഡി. ആ സമയത്ത് താൻ ഇൻസെക്യൂർ ആയിരുന്നു എന്നും അന്ന് പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ടെന്നും നൂർജഹാൻ പറയുന്നു. തനിക്ക് ഇപ്പോൾ പ്രതികരിക്കാനാണ് തോന്നിയത്. ആ അഭിമുഖം ജോലിയുടെ ഭാഗമായിരുന്നു. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞത് അവരുടെ വിവരക്കേടാണ്. പ്രതികരിക്കാതെ ഷോ കംപ്ലീറ്റ് ചെയ്തത് തന്റെ മര്യാദയാണെന്നും നൂർജഹാൻ കൂട്ടിച്ചേർക്കുന്നു. സോഷ്യൽ മീഡിയയിലെ പ്രതികരണത്തിന് പിന്നാലെ ബ്ലോഗർ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയോടും ഇതേ സംബന്ധിച്ച് നൂർജഹാൻ പറയുന്നുണ്ടായിരുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ പല വിധത്തിൽ ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. അതൊക്കെ ഓവർകം ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള കരുത്ത് നേടിയെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് താനെന്നും നൂർജഹാൻ സായി കൃഷ്ണയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് മനസ്സിലാകാതെ പോയി. പുറത്തുനിന്നുള്ളവർക്ക് പറയുക എന്നത് ഈസിയാണ്. തന്റെ മാനസികാവസ്ഥയിൽ അപ്പോൾ പ്രതികരിക്കാൻ കഴിയാതെ പോയി. പിന്നെ ഏൽപ്പിച്ച ജോലിയോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. വരുന്ന ഗസ്റ്റ് എന്ത് വിവരക്കേടും പറഞ്ഞുകൊള്ളട്ടെ, വിഷമമില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു സംഭാഷണം ഇങ്ങനെ കറങ്ങുന്നത് തന്റെ അമ്മയൊക്കെ കണ്ടു. അവർക്കൊക്കെ വലിയ വിഷമമായി എന്നും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെ വലിയ വിഷമമായെന്നും ഇത്തരം ബോഡി ഷേമിംഗ് നടത്തുന്നവർക്ക് അറിയില്ല മറുവശത്തുള്ളവരും അവരുടെ കുടുംബവും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്നും നൂർജഹാൻ പറയുന്നു. അതേസമയം പാളയം PC എന്ന സിനിമയുടെ പ്രസ് മീറ്റിനിടയിൽ തന്നെയാണ് മഞ്ജു പത്രോസ് ബിനു അടിമാലിക്കെതിരെ എത്തിയത്. ബോഡി ഷേമിംഗ് നടത്തുന്ന തമാശകൾക്കെതിരെ അതിന് അനുകൂലമായ അഭിപ്രായം രേഖപ്പെടുത്തിയ ബിനു അടിമാലിയെ തിരുത്തിക്കൊണ്ടായിരുന്നു മഞ്ജു പത്രോസ് തന്റെ ഭാഗം തുറന്നു പറഞ്ഞത്. ഈ സംഭവവും വലിയ വാർത്തയായി മാറിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.